രണ്ടാമതൊരു ഭാഗം വരുന്നത് റിപ്പോർട്ടുകളെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇഖ്തിലാഫ് റിവായാത്ത്, ഇഖ്തിലാഫുൽ മഅനയാണ് ഒന്ന്, രണ്ട് ഇഖ്തിലാഫു റിവായാത്താണ്, റിപ്പോർട്ടുകളെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് വ്യത്യസ്ത രൂപത്തിൽ വരാം. റിപ്പോർട്ടുകളെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത രൂപത്തിൽ വരാം. ഇപ്പോൾ ഒരു ഹദീസ് ഒരു പണ്ഡിതന് ലഭിച്ചു, മറ്റൊരു പണ്ഡിതന് ലഭിച്ചില്ല. അപ്പം ഈ ഹദീസ് ലഭിച്ച ഒരാൾ പറയുന്ന ഹുക്കുമാവൂല, ലഭിക്കാത്ത ഒരാൾ പറയുന്നത്. അവിടെ വീക്ഷണ വ്യത്യാസം വന്നു. എന്തുകൊണ്ട് വന്നു? ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോഴേ അദ്ദേഹം ഇന്ന കാര്യം കൊണ്ട് പറഞ്ഞത് കിട്ടുള്ളൂ. അത് മനസ്സിലാകാത്ത കാലത്തോളം അദ്ദേഹം അങ്ങനെ ഹുക്കുമ പറഞ്ഞു എന്നാണ് കരുതി പോവുക. അതൊരു ഭാഗമാണ്. മറ്റൊന്ന്, ഒരു ഹദീസ് കിട്ടി, പക്ഷെ ഒരാൾക്ക് കിട്ടിയത് ദുർബലമായ സനദിലൂടെയാണ്, മറ്റൊരാൾക്ക് ലഭിച്ചത് സ്വഹീഹായ സനദിലൂടെയാണ്. അപ്പൊ സ്വഹീഹായ സനദിൽ ലഭിച്ച ഒരാൾ അതുപ്രകാരം ഹുക്കുമ പറയും. അതേ ഹദീസ് മറ്റൊരാൾ കിട്ടിയപ്പോൾ ദഈഫായ പരമ്പരയാണ്, ദുർബലമായ പരമ്പരയാണ്, അതുകൊണ്ട് അദ്ദേഹം ആ ഹദീസ് സ്വീകരിക്കൂല. അവിടെ ആ ഹദീസ് ഇല്ലാത്ത പോലെ കണക്കാക്കിയിട്ട് ഹുക്കുമ പറയും. ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പണ്ഡിതനെ ബോധ്യപ്പെടും അത് സ്വഹിയാണ്, അല്ലെങ്കിൽ മറ്റേ പണ്ഡിതനെ ബോധ്യപ്പെടും ഇത് സ്വഹിയല്ല. അതിനൊക്കെ വരാം. മുമ്പ് ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച അടക്കം ഇമാം ഷാഫി റഹിമഹുല്ല തീരുമാനം പറയാൻ കഴിയാതെ വിട്ടതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ നിദാനമാണ്. ഇനി മറ്റൊന്ന്, ചിലപ്പോൾ ഒറ്റ പരമ്പരയിൽ കിട്ടും, ഒരു പരമ്പരയിൽ മാത്രം ഒരു ഹദീസ് ഒരാൾക്ക് കിട്ടി. അപ്പോൾ അതിൽ ഉള്ള റിപ്പോർട്ടറെ പറ്റി ചിലപ്പോൾ വീക്ഷണ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹം സ്വീകരിക്കില്ല. എന്നാൽ അതേ ഹദീസിലാണ് 3, 4, 5, 8 പരമ്പര ഇപ്പോൾ വേറെ ഒന്നുണ്ടാവാം. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുർബലത പരിഹരിക്കപ്പെട്ടു പോകും. ഇദ്ദേഹത്തെ ഒരു വഴിക്ക് കിട്ടി, അതിൽ വന്ന ഒരു റിപ്പോർട്ടറെ പറ്റി ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, അപ്പം അദ്ദേഹം ഹദീസ് എടുക്കൂല. എന്നാൽ അതേ ഹദീസ് പല വഴി വന്നിട്ടുണ്ട്, അത് ഇദ്ദേഹത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദുർബലതയെ കാര്യമാക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ട് ഈ ഹദീസ് ഇല്ലാത്ത പോലെ അദ്ദേഹം ഹുക്കുമ പറഞ്ഞു പോകും. അപ്പം ഈ പിന്നെ വ്യത്യസ്ത വഴി ബോധ്യപ്പെട്ട പണ്ഡിതനോ ഈ ഹദീസ് വെച്ചുകൊണ്ടും ഹുക്കുമ പറയും. അത് നമുക്ക് തീരുമാനമാക്കാൻ കഴിയും. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഇന്ന കാരണം കൊണ്ടാണ്, മറ്റുള്ള പറഞ്ഞ ഇന്ന കാരണം കൊണ്ടാണ്, അതിൽ കൂടുതൽ ശരി ഇതാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇന്നാൾ അഭിപ്രായമാണ് സ്വീകരിക്കാൻ കൂടുതൽ ശരിയായതെന്ന് വരും. എന്നാൽ മറ്റൊരുത്തതല്ല. നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഒരു ഏതാണ് പ്രബലം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഈ ഉദാഹരണത്തിലൊക്കെ. കാരണം അങ്ങോട്ടും കൊണ്ടും അർത്ഥം വെക്കാൻ വകുപ്പുള്ള കാര്യങ്ങളാണ്. ഇനി മറ്റൊന്ന്, ഒരു റിപ്പോർട്ട് കിട്ടി, അത് റാവിക്കൊരു പ്രശ്നമുണ്ട്, എന്നാൽ ആ പ്രശ്നം ഹദീസ് തിരസ്കരിക്കാൻ മാത്രം ഉള്ളതല്ല എന്നൊരാൾ മനസ്സിലാക്കും. അതേ പ്രശ്നം കൊണ്ട് ഈ ഹദീസ് തിരസ്കരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു റാവിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം അത്ര പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവർ, അല്ല അതും പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നവർ. അപ്പോൾ ഒരാൾ ഹദീസ് സ്വീകരിക്കില്ല, മറ്റുള്ള ഹദീസ് സ്വീകരിക്കും. അപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഇപ്പം ഹസനായ വഴിക്ക് വന്നു, ഒരു ഓർമ്മശക്തി മാത്രം പ്രശ്നമുള്ള ആള്, ഓർമ്മശക്തി മാത്രമേ ഒരു റാവിക്ക് പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാ നിലക്കും അത് സ്വീകാര്യോഗ്യമാണ്. അല്ലെങ്കിൽ മുർസലായ ഹദീസ് വന്നു, താബിഈ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. ഇവിടെ താബിഈ ഹദീസ് വന്നിരിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, അതിന് മുർസൽ എന്ന് പറയും. അപ്പം താബിഈ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാമോ ഇല്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വീകരിക്കാൻ പറ്റില്ല, ചിലർ പറഞ്ഞു സ്വീകരിക്കാൻ പറ്റും. എന്തുകൊണ്ട് പറ്റും? താബിയുടെയും നബിയുടെയും ഇടയിൽ ഉണ്ടാവുക സാധാരണഗതിയിൽ സ്വഹാബിയാണ്. സ്വഹാബിമാർ എല്ലാവരും വിശ്വസ്തരാണ്. അതുകൊണ്ട് ഏത് സ്വഹാബി എന്ന് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ആ സ്വഹാബി ആരായാലും വേണ്ടില്ല, ഏത് സ്വഹാബിയും വിശ്വസ്തരാണല്ലോ. എന്നൊരു മറുവശം സ്വഹാബി തന്നെ ആയിക്കോളം എന്ന ഇടയിലുണ്ടാവുക. ഈ താബിയോട് വേറെ താബി പറഞ്ഞതായിരിക്കാം, ആ താബിയോട് വേറെ താബി പറഞ്ഞായിരിക്കാം, ആ താബി ആയിരിക്കാം സ്വഹാബിനെ കേട്ടത്. അപ്പം ഈ ഇടയ്ക്കുള്ള താബിഈ ആണെങ്കിൽ താബിഈങ്ങളെല്ലാവരും ഹദീസ് വിഷയത്തിൽ ഒരേപോലെ സ്വീകാര്യമല്ല. അപ്പം ആ സാധ്യത ഉണ്ടല്ലോ. എന്നാൽ ഇദ്ദേഹം പറയുകയാണ്, പിന്നെ ഒരു സ്വഹാബി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, പേര് പറയേണ്ട ആവശ്യമില്ല. സ്വഹാബിൻ്റെ പേര് പറയണ്ട, സ്വഹാബി പറഞ്ഞു, നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സ്വീകാര്യയോഗ്യമാണ്. അപ്പം ഇതിന് 3-4 അഭിപ്രായങ്ങൾ പണ്ട് ലോകത്തുണ്ട്. ഇങ്ങനത്തെ റിപ്പോർട്ട് സ്വീകരിക്കാമോ ഇല്ലേ? അപ്പം ഒറ്റ റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പം ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞ ആൾ കണക്കിന് അത് പ്രകാരം ഹുക്കുമ പറയും. സ്വീകരിക്കാൻ പറ്റില്ല പറഞ്ഞ ആളോ അത് പ്രകാരവും പിന്നെ ഹുക്കുമ പറയും.
അഞ്ചാമതൊന്ന്, ചില പണ്ഡിതന്മാർ നിബന്ധന വെച്ചു, ഒരു സ്വഹാബി ഒരു റിപ്പോർട്ടർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, അതേ റിപ്പോർട്ടർ അതിനെതിരായി പ്രവർത്തിക്കുന്നു. നബി ഇങ്ങനെ പറഞ്ഞു എന്ന് സ്വഹാബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ സ്വഹാബി ചെയ്തതായിട്ട് അതിന് വിരുദ്ധമായി വേറെ കിട്ടി എങ്കിൽ സ്വഹാബി ഉദ്ധരിച്ചതാണോ അസ്ലാക്കി എടുക്കുക, സ്വഹാബി ചെയ്തതാണോ അസ്ലാക്കി എടുക്കുക? അതൊരു വലിയ തർക്കമുള്ള ഏരിയയാണ്. കാരണം സ്വഹാബി എതിരായി പ്രവർത്തിക്കുമ്പോൾ രണ്ട് സാധ്യത ഉണ്ട്. ഒന്നുകിൽ നബി പറഞ്ഞിട്ടും സ്വഹാബി അത് മൈൻഡ് ചെയ്യാതെ എതിരായി ചെയ്തു പറയണം. അത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റൂല. പിന്നെന്താ സാധ്യതയുള്ളത്? നബി ഇത് പറഞ്ഞു എന്ന് സ്വഹാബി റിപ്പോർട്ട് ചെയ്തു, എന്നിട്ടും ഈ സ്വഹാബി ചെയ്തു. അപ്പോൾ ഒരു പക്ഷേ ഇതിനപ്പുറത്ത് പുതിയൊരു ഹുക്മ പിന്നീട് നബി ആ സ്വഹാബി കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇത് നേരത്തെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ചെയ്തതായിരിക്കും. സ്വഹാബി നേരത്തെ ചെയ്താണ് സംഭവം, പിന്നെയാണ് ഈ ഹദീസ് വരുന്നത്. അല്ലെങ്കിൽ ഹദീസ് നേരത്തെ വന്നു, പിന്നെ നബി ഇളവ് കൊടുത്തു, ആ ഇളവ് പ്രകാരമാണ് ഈ സ്വഹാബി അമൽ ചെയ്തത്. അപ്പൊ സ്വഹാബിയുടെ അമലിനാണോ പരിഗണന, സ്വഹാബിയുടെ റിപ്പോർട്ടിനാണോ പരിഗണന? അത് വീക്ഷണ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാർ സ്വീകരിച്ചത് ആ സ്വഹാബിയുടെ റിപ്പോർട്ടിനാണ് പരിഗണന. ഇത് മറ്റൊരു സാധ്യതയാണല്ലോ. എന്നാൽ നബി പറഞ്ഞു എന്ന് വ്യക്തമായി കിട്ടി, തിരിച്ച് നബി പറഞ്ഞതൊട്ട് കിട്ടിയിട്ടുമില്ല, എന്നാൽ ഈ സ്വഹാബി അങ്ങനെ ചെയ്തിരിക്കുന്നു. സ്വഹാബി മഅ്സൂമാണോ ചോദിച്ചാലോ മഅ്സൂമല്ല. അതുകൊണ്ട് നേരത്തെ പല സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും നബിയുടെ വാക്കുണ്ടാകുമ്പോൾ അതിനാണ് നമുക്ക് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുക. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളാഹ് തിരിച്ചാ പറഞ്ഞത്, ആ റാവിയുടെ അമലിനാണ് പരിഗണന. കാരണം അല്ലെങ്കിൽ ആ റാവി ഇതിനെതിരായി ചെയ്യുമെന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഒരു റാവി റിപ്പോർട്ട് ചെയ്യുകയും അതിന് വിരുദ്ധമായി അതേ റാവി പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ആ അമലിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി അതിൽ തന്നെ ആ റാവി സ്വഹാബിയാണെങ്കിൽ ഒരു ഹുക്മ്, താബിഈയാണെങ്കിൽ മറ്റൊരു ഹുക്മ്, അതിനിപ്പുറമാണ് മറ്റൊരു ഹുക്മ് എന്ന് വേർതിരിച്ച പണ്ഡിതന്മാരുമുണ്ട്. സ്വഹാബിയാണ് റിപ്പോർട്ട് എതിരായി ചെയ്തത് എങ്കിൽ അത് മറ്റൊരെ പോലെ കാണാൻ പറ്റൂല. സ്വഹാബിക്ക് ശേഷമുള്ള ഒരാളാണ് റിപ്പോർട്ട് എതിരായി ചെയ്തത് എങ്കിൽ അതിന് കുറച്ചും കൂടെ നിലവാരം മറ്റിനെ അപേക്ഷിച്ച് കുറയും. അപ്പോൾ ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ വരും. ഉസൂൽ ഫിഖ്ഹിലെ വലിയൊരു ചർച്ചയാണ് അതൊക്കെ.